നമസ്കാരം. സൂംബ വിഷയം കേരളത്തില് എല്ലാ വിഭാഗങ്ങളിലേക്കും, അതായത് മത രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൊതുവായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൂംബ എന്ന് പറയുന്ന ഈ ഒരു വ്യായാമ ആ, രീതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരുപക്ഷെ ഗൾഫ് മേഖലകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സൂംബ എന്ന് പറയുന്ന ഈ വ്യായാമ മുറ അത്ഭുതമല്ല. അവർക്കൊക്കെ ഇതൊക്കെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ, യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇതിനെപ്പറ്റി സുലഭമായി കാണാൻ കഴിയും. അപ്പൊ ഇത് എന്താണെന്നും ഇതൊരു ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ്, അങ്ങനെ ഒന്നും തന്നെ ഇന്ന് വരെ ഒരു വിവാദ രീതിയിലേക്ക് പോകാത്തൊരു ഇനമാണ് സൂംബ എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിമർശനവും ഇത് ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം മത വിഭാഗം മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അത് എന്റെ ഒരു ചിന്തയിൽ എനിക്ക് തോന്നുന്നത്, ഇവർക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ ബോധവും ഇല്ല എന്നാണ് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. അവര് തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല, പക്ഷെ ചില ചില ആൾക്കാര്, ഇപ്പൊ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടല്ലോ, തീവ്രമായിട്ട് മതത്തെ സ്നേഹിക്കുന്ന, ആ മതമൂല്യങ്ങൾ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിഭാഗം കേരളത്തിൽ പല, ഹിന്ദുവിലുണ്ട്, ക്രിസ്ത്യനിലുണ്ട്, മുസ്ലിമിലുണ്ട്, അങ്ങനെ എല്ലാവിധ മതങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഇവരെ അലട്ടുന്ന ഒരു കാര്യം. കാരണം ഈ ലോകത്തെ കുറിച്ചോ, ഈ ലോകം മാറുന്നതിനെ കുറിച്ചോ, പുതിയ വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി മേഖല എങ്ങനെയായിരിക്കണം, ഇതിനെ കുറിച്ചൊന്നും യാതൊരുവിധ ബോധം ഉണ്ടെങ്കിൽ തന്നെ ഇവരിത് പുറത്ത് കാണിക്കില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇന്നലെ, ഞാൻ ഈ ടി വി ചർച്ച ഇന്നലെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ രാവിലെയാണ് ഇത് കാണുന്നത്. നമുക്ക് ആ ടി വിയുടെ ആ ചാനൽ ചർച്ചകളിൽ ചെറിയ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പോവാം. കാലഘട്ടം മാറിയില്ലേ? ഏത് ചരിത്രത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്? അപരിഷ്കൃതമായ കുറെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഡ്രസ് കോഡ് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നാൽ നഴ്സറി മുതൽ എല്ലാ കുട്ടികളെയും പറഞ്ഞു പിടിപ്പിച്ചു, എന്നാൽ സ്പർശനം ഉണ്ടാവില്ലല്ലോ. എന്താണ് ഈ പറയുന്നതിനൊരു അർത്ഥം വേണ്ടേ? കുട്ടികളെ മാനസികമായി തളർത്താന്നല്ലാതെ വേറൊരു പ്രശ്നം ഇതിൽ വരുന്നില്ല. അവർ ആഹ്ലാദിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ, അവർ പോയി ആത്മഹത്യ, ഇപ്പൊ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ആത്മഹത്യകളാണ് നടക്കുന്നത് കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാവരും ഒഴുകി ചേർന്ന് ആഹ്ലാദിക്കുന്നതിന് നിങ്ങൾ എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? അപ്പം ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു അഭിപ്രായമാണിത്. ഇത് മറ്റുള്ള യാതൊരുവിധ ചിന്ത ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ ഒരു സൂംബ എന്ന് പറയുന്ന ഈ ഒരു ഇനമായിട്ട്. അപ്പൊ ഇത് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിൽ വിദ്യാഭ്യാസമായിട്ട് അല്ലെങ്കിൽ പഠനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളോ, ഏതൊരു ഭാഗമായിട്ട് ചിന്തിച്ചു നോക്കിക്കാലും കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മനോവിഷമം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആ ഒരു മൂഡ് റിലാക്സ് ആക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ടീച്ചേഴ്സ് ആയാലും ഈ വിദ്യാഭ്യാസ വകുപ്പായാലും ഇതിനെക്കുറിച്ച് പ്രത്യേക പഠനം നടത്തിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ അവർ ഈ ഒരു ഇനം കൊണ്ടുവരുന്നത്. അല്ലാതെ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് സൂംബ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്ത് ഇന്ന് നടപ്പിലാക്കുക, അങ്ങനല്ല. എല്ലാ ആൾക്കാരുമായിട്ട്, വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ആലോചിച്ച് തന്നെയാണ് ഇത് പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോ സത്യത്തിൽ ഇത് ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്ന ഒരേ ഒരു വിഭാഗം, അല്ലെങ്കിൽ ഒരു വ്യാകുലത ഒക്കെ പറയുന്നത് മുസ്ലിം വിഭാഗത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടന തന്നെയാണ്. അപ്പൊ ഒരു കാരണവശാലും ഇവർ സമ്മതിക്കാത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു പോകുന്നത്. എം.എ. ബേബി അതിനൊക്കെ തീർത്തും വിമർശിച്ചുകൊണ്ടൊക്കെ നിലപാട് പറഞ്ഞിരുന്നു. ഒരു പൊതു വിദ്യാഭ്യാസ വകുപ്പിന് എതിരെ ഒരു പ്രതിഷേധമോ അങ്ങനെയുള്ള യാതൊരു തന്നെ നമ്മൾ സ്വീകരിക്കുന്നതല്ല. ഭരണകൂടം അല്ലെങ്കിൽ LDF സർക്കാർ അതൊന്നും മൈൻഡ് ചെയ്യില്ല എന്നുള്ള രീതിയിലേക്കാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അതാ മനസ്സിലാവാത്തത്. ഏത് മതമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇസ്ലാം മതത്തിൽ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ശരീഅത്ത് എന്ന് പറയുന്ന ആ ഒരു നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എത്ര മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിലും ഖുർആൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലെ ആ ഒരു മത ആചാരവും വിശ്വാസങ്ങളും ഒക്കെ തന്നെ എന്ത് തന്നെയായാലും ഒരു മുസ്ലിം മതം നിലനിൽക്കുന്നത് ശരീഅത്ത് നിയമങ്ങൾക്ക് അടിസ്ഥാനമായെന്നാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരീഅത്ത് എന്ന് പറയുന്ന ആ നിയമങ്ങളുടെ ഒരു 10% പോലും കേരളത്തിൽ ഉള്ള പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും അവർ ഫോളോ ചെയ്യുന്നില്ല.
അതായത് ഒരു ആ, കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്ക് ചെല്ലുമ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെയാണ് മുസ്ലിം വിഭാഗത്തിനുള്ളിൽ ആ വ്യക്തികൾ ആ മതത്തെ ഫോളോ ചെയ്യുന്നത്. അവർക്ക് ഈസി ആയിട്ട് മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും ഒന്നും പ്രശ്നം വരാത്ത രീതിയിൽ ഒരു ഒരു ഫോളോ അപ്പ് അത് മാത്രമാണ്. പക്ഷെ ഇതിന് മുകളിൽ ആയിട്ട് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് മേഖലയുണ്ട്. അതായത് വിദ്യാഭ്യാസം കൊണ്ടും, വിദ്യാഭ്യാസം കൊണ്ടെന്നല്ല, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഒരു ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ഒരു മതം കൊണ്ട് അവർക്ക് ഒരു പ്രയോജനം ഉള്ളൂ. അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു മത അനുഷ്ഠാനം വിശ്വാസം ഒന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല. ഞാനത് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അത്രമാത്രം തീവ്രതയോടെ മതത്തെ വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടാവാം, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എങ്കിലും ഒരു 75% വരുന്ന മുസ്ലിം സമൂഹവും ഇന്ന് കോമൺ ആയിട്ട് ആധുനിക ചിന്തയോടെ ഒരു ആധുനിക ഒരു വേഷം അല്ലെങ്കിൽ സംസ്കാരം ഒക്കെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ. പക്ഷെ ഒരു ചെറിയൊരു വിഭാഗം, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, അത് എല്ലാ മതങ്ങളിലും ഉണ്ട്. ഒരു ചെറിയ വിഭാഗം ആൾക്കാരുണ്ടാവും എന്തിനും മതം കൊണ്ടുവന്ന് എവിടെയും കൊണ്ടുവന്ന് പിന്നെ ബോർഡ് കാണിക്കുന്ന രീതിയിൽ നിൽക്കും. എന്നിട്ട് അതിനെ കുറിച്ച് അങ്ങ് തർക്കമായിരിക്കും. ഇപ്പൊ അതിനകത്ത് നല്ലൊരു തർക്കം. അപ്പോൾ ശരീരത്തിൽ സുംബയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകണമല്ലോ. ഇത് എന്താണ് ശരീരത്ത്? എന്നാ പിന്നെ ഇവിടെ ശരീരത്ത് നടപ്പിലാക്കട്ടെ ഇവര്, അതാ നല്ലത്. ശരീരത്ത് നടപ്പിലാക്കട്ടെ, മതരാഷ്ട്രമാകട്ടെ. അതാ ഞാൻ പറഞ്ഞ താലിബാനിസൊക്കെ ഇവിടെ കൊണ്ടുവരാം. അല്ലാതെ പിന്നെ എന്ത് പറയാനാ? എന്താണ് ശരീരത്തിനെതിര്? ഞാൻ പറയുന്നത് പണ്ട് കാലങ്ങളിൽ തന്നെ ഈ ഒരു ശരീഅത്ത് എന്ന് പറയുന്നൊരു പേര് വരുമ്പോഴത്തേക്കും ഇവർക്കുള്ള നിയന്ത്രണം മൊത്തം പോകും. കാരണം തൂക്കിക്കൊല്ലാനൊന്നും ഇന്ത്യയിൽ ആരും ഒരു മുസ്ലിങ്ങളെ തൂക്കിക്കൊല്ലാനൊന്നും ഇവിടുത്തെ ഭരണകൂടം പറയുന്നില്ല, നീതിന്യായ വ്യവസ്ഥയും പറയുന്നില്ല. ശരീഅത്ത് വരുവാണെന്നുണ്ടെങ്കിൽ കൈ വെട്ടേണ്ടി വരും, കാല് വെട്ടേണ്ടി വരും, തല വെട്ടേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും, ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇവർക്ക് പറ്റത്തില്ല. അതായത് കർശനമായിട്ടുള്ള ഖുറാൻ പറയുന്ന എല്ലാവിധ നിയമങ്ങളൊന്നും ഇവർക്ക് പറ്റത്തില്ല. അതായത് ഇപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തർക്കം മുന്നോട്ട് കൊണ്ടുവരുന്നത് പുരുഷ ആ സമൂഹമായിരിക്കും. കാരണം മുസ്ലിം മതത്തിനെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നതും, അല്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്, കേരളത്തിന് പുറമേ ഉള്ള അവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കേരളത്തിനുള്ളിലുള്ള മുസ്ലിം സമൂഹത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഉയർന്നു വരുന്നത് മൊത്തം പുരുഷന്റെ സംസാരം മാത്രമായിരിക്കും. കാരണം എന്താണെന്ന് നമുക്കറിയാം, പുരുഷന് പറ്റാത്ത കാര്യങ്ങൾ അവർ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോ സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ട്, അതിനെ കുറിച്ചൊന്നും ഇവർക്ക് യാതൊരുവിധ വേവലാതിയില്ല. സ്ത്രീകൾ എങ്ങനെയും അവർ പറയുന്ന, മുസ്ലിം സമൂഹത്തിനുള്ളിലെ പുരുഷന്മാർ പറയുന്ന അതേ ഒരു അജണ്ടയിൽ, ആ ഒരു ശൈലിയിൽ തന്നെയാണ് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ ജീവിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെ കാണാൻ കഴിഞ്ഞത്. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു ചാനൽ ചർച്ചയിലും കാണാൻ കഴിയുന്നത്. നൃത്തങ്ങളും പാട്ടുകളും ഒക്കെ ഉള്ള എന്താ വൃത്തികേടെന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വൃത്തികേടെന്നാ പറഞ്ഞത്. എന്ത് വൃത്തികേടാ? ആർക്കും വാദമില്ലാത്ത കുറെ കാര്യങ്ങൾ അസഹിഷ്ണുത കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്ത് പാടില്ലാത്ത ആർക്കും പാടുമില്ലാത്ത ഇത് ശരീരത്തിൽ പറയുന്നത് അല്ല, അവർ സ്ത്രീ അത് പറയുന്നുണ്ട്. അതായത് കർശനമായിട്ട് മുസ്ലിം ആ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നത് താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഈ താലിബാൻ. അതാണ് താലിബാനിസം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉദാഹരണം എക്സാമ്പിൾ പറയുന്നത്. കാരണം നിങ്ങൾ കൃത്യമായിട്ട് മുസ്ലിം എന്ന് പറയുന്ന ഒരു അജണ്ടയിൽ അല്ലെങ്കിൽ ആ ഒരു ശരീഅത്ത് പ്രകാരം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ താലിബാനിലെ അതേ നിയമങ്ങൾ ഇവിടെ വരേണ്ടി വരുമെന്നാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പൊ തന്നെ ചാനൽ ചർച്ചയിരിക്കുന്ന ആ ഒരു വ്യക്തി പറയുന്നത് വൃത്തികേട് പറയുന്നത്. അപ്പൊ ശരീഅത്ത് നിയമങ്ങൾ ഇദ്ദേഹത്തിന് വൃത്തികേട് തന്നെയാണ്, അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അത് പുറത്ത് പറയുന്ന സ്ത്രീ യാതൊരു മാപ്പും അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം. ഒരു അഭിപ്രായം പറയുമ്പോഴേക്ക് താലിബാനിലേക്ക് അയക്കുക, വേറെ കുറെ ആൾക്കാർ രാജ്യദ്രോഹിയാക്കുക, ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിനോട് ഒരു കാര്യത്തിനോട് യോജിപ്പുണ്ടെങ്കിൽ അതായത് സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇപ്പൊ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇപ്പൊ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞിട്ട് ആരും, ഇപ്പൊ ഞാൻ പോലും ഇന്ന് വരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും മുസ്ലിം സമൂഹത്തിനെതിരെ ഞാൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ആ സംസാരിക്കാതിരിക്കുന്നതിന്റെ പേരിൽ എനിക്ക് അതായത് ഒരു സുഡാപ്പി അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയാ താലിബാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഓരോരുത്തർ തെറി വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോ
UP ബീഹാർ പോലെയുള്ള ഒരു മേഖലയിലൊക്കെ നമ്മൾ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും, അവിടുത്തെ എങ്ങനെയാണ് സമൂഹം ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനെ അപേക്ഷിച്ച് കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ മുസ്ലിം സമൂഹത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം രാഷ്ട്രീയത്തിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ബിസിനസ് നോക്കിയാലും എല്ലാവിധ മേഖലകളിലും മുസ്ലിം സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഇവിടുത്തെ പ്രബല സമൂഹം ഹിന്ദു സമൂഹത്തിനേക്കാളും നല്ല രീതിയിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹം ജീവിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ, അത് ക്രിസ്ത്യൻ സമൂഹം അങ്ങനെ തന്നെയാണ്, മുസ്ലിം സമൂഹത്തെയോ ന്യൂനപക്ഷങ്ങളെയോ യാതൊരുവിധ രീതിയിൽ ഉപദ്രവിക്കാനൊന്നും തന്നെ കേരള സമൂഹം ഇന്ന് വരെ മുന്നോട്ട് വന്നിട്ടില്ല. പിന്നെ ഇവർക്ക് എന്താണ് ഇത്ര വേവലാതി എന്ന് മനസ്സിലാവുന്നില്ല. ചരിത്രത്തിലില്ല മുസ്ലിം സമൂഹത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇല്ലാതാക്കാനോ ഉപദ്രവിക്കാനോ ആ സമൂഹത്തിന്റെ മതത്തെ ചോദ്യം ചെയ്യാനോ മുസ്ലിം മതത്തിന് ഉള്ളിലുള്ളവർ ചോദ്യം ചെയ്യുന്നുണ്ടായിരിക്കാം. അതൊന്നും തന്നെ കേരള സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, അത് ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇവർക്ക് ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയൊരു വിഭാഗം ആൾക്കാർക്ക് ഈ മതം കൊണ്ട് ചെറിയ കച്ചവടം ഉണ്ടെന്ന് നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ആ ഒരു SDPI പോലെയുള്ള ആ ഒരു സമൂഹത്തിൽ നിന്നാണ് കൂടുതലും ഇങ്ങനെയുള്ള ഒരു പുരോഗമന ചിന്തയെ കാഴ്ചപ്പാടിനെയൊക്കെ ഹനിക്കുന്ന രീതിയിലുള്ള നിലപാട് വരുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും ആ സംസാരിക്കുന്നവരെയൊക്കെ തെറി വിളിക്കുക, പിന്നെ ഈ പറയുന്ന സംഖ്യയാക്കുക, ഇങ്ങനെയൊക്കെയാണ് അവരുടെ. അതൊന്നും ശരിയുള്ള കാര്യം നമ്മളതൊന്നും അംഗീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുസരിച്ച് അതാണ് സംഭവം. പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ജീവിക്കോ, നിങ്ങൾ ജീവിച്ചോളൂ. സ്കൂളുകളിലെ കരിക്കുലം ഒന്നും അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ലെന്നേ. ഞങ്ങൾക്കും ഒരു മതത്തിനും നിശ്ചയിക്കാൻ പറ്റില്ല. നിങ്ങളെ ഇല്ല, നിശ്ചയിക്കണ്ട. നിങ്ങൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് നിലപാടെടുത്തത്? ആൺ പെൺ വ്യത്യാസം ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് പിന്നീട് അതിന്റെ അഭിപ്രായം പറഞ്ഞ് യൂണിഫോം കാര്യത്തിൽ പുരുഷൻ തീരുമാനമെടുക്കുന്നു എന്ന രൂപത്തിലേക്ക് നിങ്ങൾ അതിനെ. ഇനിയിപ്പോ ഈ ഒരു ചർച്ച പൂർണ്ണമായിട്ട് നമുക്ക് കേട്ടിട്ട് കാര്യമില്ല, കാരണം സമയം നീണ്ടുപോയുള്ളൂ. ചുരുക്കി നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. കാരണം എന്റെ നിലപാടും അല്ലെങ്കിൽ എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു കോമൺ ആയിട്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ഒരു സൂംബ എന്ന് പറയുന്നത്, ഞാൻ ഗൾഫിൽ നിന്നാണ്, ദുബായിൽ ഒരു 4-4.5 കൊല്ലം ഞാൻ ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 വർഷത്തിന് മുമ്പൊക്കെ ഞാൻ അവിടെ തന്നെ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സൂംബ എന്ന് പറയുന്ന അതിന്റെ മ്യൂസിക്കാണ് ഇതിന്റെ പ്രധാനം. ഒരു എനർജറ്റിക് ആയിട്ട് മനുഷ്യനെ ഉത്തേജിപ്പിക്കുക, ആ രീതിയിൽ ഫോം ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അല്ലാതെ അതിനകത്ത് വേറെ മറ്റ് മതവും അല്ലെങ്കിൽ ജാതി അങ്ങനെയുള്ള യാതൊരുവിധ ആത്മീയപരമായിട്ടുള്ള യാതൊന്നും തന്നെ അതിനകത്തില്ല. മ്യൂസിക് ഓണാക്കുന്നു, അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പാണിത്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ജിമ്മിൽ പോകുന്നവരുണ്ട്. ഇപ്പൊ ഒരു പുരുഷനെ സംബന്ധിച്ച് അവന് ആരോഗ്യമുണ്ട്, നല്ല രീതിയിലുള്ള വെയിറ്റുകൾ പൊക്കി അവന്റെ പേശികളെ നല്ല രീതിയിൽ ഉറപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോഗ്യം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ജിംനേഷ്യങ്ങളുണ്ട്. പക്ഷെ കേരളത്തില് ഇപ്പോ വീട്ടമ്മമാര് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു 15, 16, ഒരു 20 വയസ്സ്, 15 മുതൽ ഒരു 20 വയസ്സുള്ള പെൺകുട്ടികൾക്കോ അതിന് താഴോട്ടുള്ളവരോ ആട്ടെ, അവരൊക്കെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് അവർക്ക് യാതൊരുവിധ വിനോദം എന്ന് പറയുന്നത് വീടിനുള്ളിലുള്ള സന്തോഷവും കാര്യങ്ങളും അല്ലാതെ ഈ രീതിയിലുള്ള ഒരു എൻജോയ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാകില്ല. അപ്പോ ഈ രീതിയിലുള്ള മതത്തിന്റെ ഉള്ളിൽ നിയന്ത്രിക്കുന്ന നമ്മൾ മറ്റൊന്നും പറയുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ആ സൈഡിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വീട്ടമ്മമാർക്ക് വരെ ഈ ഒരു സൂംബ എന്ന് പറയുന്ന വ്യായാമം ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം രക്തത്തിന്റെ പിന്നെ ഒരു പ്രശ്നം ഉണ്ട്, രക്തക്കൊള്ളുകളുടെ അല്ലെങ്കിൽ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിന്റെ പേശികളെ വേദന അല്ലെങ്കിൽ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു റിലാക്സേഷന് മാത്രമാണ് ഈ സൂംബ ഉപയോഗിക്കുന്നത്. ഞാൻ അത് നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. പ്രായം ചെന്ന് 40-45 വയസ്സുള്ള സ്ത്രീകൾ വരെ ഈ സൂംബ എന്ന് പറയുന്ന ഈ ഒരു വ്യായാമം അഭ്യസിക്കുന്നതും അത് കഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്നത്, അവിടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പെൺകുട്ടികളുണ്ട്, അത് മുസ്ലിം അവിടെ അറബി രാജ്യത്ത് തന്നെയുള്ള സ്ത്രീകൾ അവിടേക്ക് വരുന്നുണ്ട്, യൂറോപ്യൻസ് വരുന്നുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. അതിനകത്ത് ഇപ്പം കൂടുതലും മുസ്ലിംസ് തന്നെ ആയിരിക്കും. അതാണ് യൂറോപ്യൻസ് ചിലപ്പോൾ ക്രിസ്ത്യൻ ആയിട്ടുള്ളവരുണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് കൂടുതലും മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ സ്ത്രീകളാണ് തന്നെയാണ് ഉള്ളത്. അതിപ്പം UP, ബീഹാർ പോലെയുള്ള സംസ്ഥാനത്തൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന സാമ്പത്തിക ഭദ്രതയുള്ള
സ്ത്രീകൾ തന്നെയാണ്. അവർക്ക് വീടിനുള്ളിൽ മാത്രം ഇരിക്കുക. അവർക്കിപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഇറങ്ങി സഞ്ചരിക്കുക, അല്ലെങ്കിൽ തൊട്ടയൽവക്കത്ത് പോവുക, ബന്ധുക്കളെടുത്ത് പോവുക, അങ്ങനൊന്നും പറ്റത്തില്ല അവിടെ. അപ്പോൾ അവരുടെയൊക്കെ മാനസികമായിട്ട് കുറച്ച് ഒരു ശക്തി കിട്ടുന്നത് ഇങ്ങനെയുള്ള കലകൾ മാത്രമാണ്. പിന്നെ സൗദി അറേബ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ സൗദിയിൽ ഞാൻ നിന്നതാണ്, എനിക്കിപ്പോൾ ഞാൻ നേരിട്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ തന്നെ നമ്മളെ ഈ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ അവര് വിനോദം പോലെയുള്ള ഒന്നും തന്നെ ഗൾഫിലില്ല. അവിടുത്തെ ഞാൻ കണ്ടിട്ടുള്ള ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരേ ഒരു വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വണ്ടി, ഒരു 10-15 വയസ്സുള്ള കുട്ടികൾ പോലും കാറ് എടുത്തുകൊണ്ട് പോവുകയാണ്. എവിടെയെങ്കിലും ഒരു മലയെന്ന് പറഞ്ഞാൽ മണല് പോലെയുള്ള കൂമ്പാരങ്ങളാണ്, അതിന് മുകളിലേക്ക് പോവുക. അതിനകത്ത് ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ആണ് അവരുടെ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലും. ഇപ്പൊ ഇവിടുത്തെ പോലെ ഉള്ള യാതൊരുവിധ ഒരു പുഴയോ കായലോ കടലും ഉണ്ടാവാം, പക്ഷെ മറ്റുള്ള കടലിന് തീരത്തൊന്നും പോകാനൊന്നും പറ്റത്തില്ല. ഉപ്പിന്റെ ആ ഒരു കടൽ തീരത്തൊക്കെ ഉപ്പാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത സമൂഹത്തിന് ഗുണമുള്ള കാര്യം തന്നെയാണെന്നാണ് ഞാൻ തീർത്ത് പറയുന്നത്. ഇപ്പൊ വിമർശനം ഉന്നയിക്കുന്നവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവര് ലോകത്തെക്കുറിച്ചോ ഈ മാറുന്ന സമൂഹത്തെക്കുറിച്ചോ ഒന്നും തന്നെ ചിന്തയില്ല. ഇവർക്ക് വേണ്ട രീതിയിൽ ഒരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.